ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവൽ. കൺസിഡർ ദിസ് ഫിഗർ. ഇതിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. സപ്പോസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഗ്രാഫിൻ്റെ കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ലെങ്ത് ദാറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് എ or this length is f of a. f of a എന്ന് പറയുന്നത് ഒരു ലോക്കൽ മിനിമം പോയിന്റ് ആണ്. കാരണം എന്താണ്, ആ ലോക്കൽ ഏരിയയിൽ ഇതിനേക്കാളും ചെറിയ വാല്യൂസ് ഇല്ല. നോ സ്മോളർ വാല്യൂ ഓഫ് എഫ് എനിവേർ. ഇതിൻ്റെ പരിസരത്ത് ഇതിനേക്കാളും ചെറിയ വാല്യൂസ് ഇല്ല. സോ ദിസ് ഇസ് എ ലോക്കൽ മിനിമം ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ലോക്കൽ മിനിമം വാല്യൂ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇ. ഇ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം ഉണ്ട്. സോ എഫ് ഓഫ് ഇ ഈസ് എ ലോക്കൽ മിനിമം വാല്യൂ. അതേപോലെ എഫ് ഓഫ് ബി ഈസ് ഓൾസോ എ ലോക്കൽ മിനിമം വാല്യൂ. ഓക്കെ, അറ്റ് ദ പോയിന്റ് ബി ദ ഫംഗ്ഷൻ ഹാസ് എ ലോക്കൽ മിനിമം ആൻഡ് എഫ് ഓഫ് ബി ഈസ് ദ ലോക്കൽ മിനിമം വാല്യൂ. അതുപോലെ ലോക്കൽ മാക്സിമം എഫ് ഓഫ് സി ഈസ് എ ലോക്കൽ മാക്സിമം ഓർ at x equal to c the function has a local maximum. Similarly at the point d the function has a local maximum or f of d is also a local maximum. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. നോ ഗ്രേറ്റർ വാല്യൂ ഓഫ് എഫ് എനിവേർ. ഈ പരിസരത്ത് വേറെ വലിയ വാല്യൂ ഇല്ല. ഇനി ഈ ലോക്കൽ മിനിമം വാല്യൂസ് മൂന്നെണ്ണം ശ്രദ്ധിക്കാം. എഫ് ഓഫ് എ, എഫ് ഓഫ് ഇ ആൻഡ് എഫ് ഓഫ് ബി. ഈ മൂന്ന് ലോക്കൽ മിനിമം വാല്യൂസിൽ ഏറ്റവും സ്മോളർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ദിസ് ലെങ്ത് എഫ് ഓഫ് എ ആണ്. സോ ദിസ് എഫ് ഓഫ് എ ഈസ് നോൺ ആസ് ദ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ. f of a is known as the absolute minimum value or the function has an absolute minimum at the point x equal to a എന്ന് പറയും. And what is the reason? ലോക്കൽ മിനിമം വാല്യൂസിൽ ഏറ്റവും ചെറുത് എഫ് ഓഫ് എ ആണ്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് മിനിമം. ഇതിന് വേറെയും പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്ലോബൽ മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ എന്നൊക്കെ പറയും. ആബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ആർ ഓൾസോ നോൺ ആസ് global minimum value or the least value of the function. എവിടെ? ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ കേസാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇനി ഇതേപോലെ എഫ് ഓഫ് സി ആൻഡ് എഫ് ഓഫ് ഡി, ദീസ് ടു ആർ ലോക്കൽ മാക്സിമം വാല്യൂസ് ആൻഡ് ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണ്? ഇറ്റ് ഈസ് എഫ് ഓഫ് ഡി. സോ ദിസ് എഫ് ഓഫ് ഡി ഈസ് നോൺ ആസ് ദ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ്. എവിടെ? ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. Now absolute maximum value is also known as the greatest value or the global maximum value. Okay. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷനും ആ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ, അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ, ഏത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതെന്ന് തന്നാൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ആബ്സല്യൂട്ട് മിനിമം ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം? അതാണ് ഈ സെക്ഷനിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം കിട്ടണമെങ്കിൽ ഏതാണോ നമ്മുടെ ഡൊമെയിൻ, അതായത് ക്ലോസ് ഇൻ്റർവൽ എ ബി ആണ് ഈ ഫിഗറിൽ, അതിലത്തെ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് ഏതൊക്കെയാണെന്ന് ആദ്യം അറിയണം. പിന്നെന്താ അറിയണം? എൻ പോയിന്റ്സും എടുക്കണം, അല്ലേ? സോ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് എങ്ങനെയൊക്കെയാണ്? ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദ പ്രൊസീജിയർ ഈസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ആ എക്സുകളാണ് എന്ത് ഇവിടെ ഫിഗറിൽ സിയും ഇയും ഡിയും അല്ല. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവൽ കിട്ടണമെങ്കിൽ ഏതും കൂടെ എടുക്കണം? ഈ രണ്ട് എൻ പോയിന്റ്സും കൂടെ കൺസിഡർ ചെയ്യുക, എയും ബിയും. സോ വി ഹാവ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു സി, എക്സ് ഈക്വൽ ടു ഇ, എക്സ് ഈക്വൽ ടു ഡി ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഈ പോയിന്റ്സിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അതായത് എഫ് ഓഫ് എ, എഫ് ഓഫ് സി, എഫ് ഓഫ് ഇ, എഫ് ഓഫ് ഡി, എഫ് ഓഫ് ബി, ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? എഫ് ഓഫ് ഡി ആണ്. സോ ഇറ്റ് ഈസ് ദ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ആൻഡ് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ്? ദ സ്മോളസ്റ്റ് ഈസ് എഫ് ഓഫ് എ. ദെർഫോർ ദിസ് ഇസ് ദ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇനി ചില സമയം ഇപ്പോൾ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് കുറച്ചും കൂടെ താന്നിട്ടാണ്, ഇവിടെയാണ് അതിൻ്റെ കർവ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഓൾസോ എ ലോക്കൽ മിനിമം ആൻഡ് അതേസമയം അത് ആബ്സല്യൂട്ട് മിനിമം ആവും. അതുപോലെ ചില സമയത്ത് ആബ്സല്യൂട്ട് മാക്സിമവും ലോക്കൽ മാക്സിമവും സെയിം ആയിട്ടും വരാം. Okay,
സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. Now we have a theorem. Let f be a continuous function on an interval I equal to closed interval AB. Then f has the absolute maximum value and f attains it at least once in I. Also f has the absolute minimum value and attains it at least once in I. So എന്താണ് ആ തിയറം പറഞ്ഞത്? f എന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അത് കണ്ടിന്യൂസും ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ ആബ്സല്യൂട്ട് മാക്സിമവും അത് അറ്റൈൻ ചെയ്യും, അതുപോലെ ആബ്സല്യൂട്ട് മിനിമം വാല്യൂവും അത് അറ്റൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് ആ തിയറം പറഞ്ഞത്. Now we have another theorem. Let f be a differentiable function on a closed interval I and let c be any interior point of I. അപ്പോൾ f എന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ ഐയിൽ ഡിഫറൻഷ്യബിൾ ആണ്, I എന്ന ഇന്റർവെല്ലിലെ ഒരു പോയിന്റ് ആണ് c. Then f dash c equal to 0 if f attains its absolute maximum value at c. c എന്ന പോയിന്റിൽ ഫംഗ്ഷന് ഒരു ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെങ്കിൽ അവിടെ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ഇഫ് എഫ് അറ്റൈൻസ് ഇറ്റ്സ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റ് സി. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ആ കർവിൽ കണ്ടു. ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ ആയിട്ടും വരാം. ഓക്കെ, അപ്പോൾ സി എന്ന പോയിന്റ് ഐ എന്ന ഇന്റർവെലിന്റെ ഉള്ളിലാണെങ്കിൽ, ബിറ്റ്വീൻ ആണെങ്കിൽ, സിയിൽ ഈ പറഞ്ഞ ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റ്സിൽ നമുക്കറിയാം എപ്പോഴും എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതാണ് ഈ തിയറത്തിന്റെ ഒരു ഉള്ളടക്കം. ഇതൊക്കെ ഫിഗറിൽ നിന്ന് ഓൾറെഡി ക്ലിയർ ആയ കാര്യമാണ്, ബട്ട് തിയറത്തിന്റെ ഫോമിൽ ഇവിടെ പറയുന്നു. ഇനി അടുത്തത് വർക്കിംഗ് റൂൾ ഫോർ ഫൈൻഡിങ് ആബ്സല്യൂട്ട് മാക്സിമം ഓർ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഇൻ എ ഗിവൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ആ ഫിഗർ കാണിച്ചപ്പോൾ കൂടെ പറഞ്ഞതാണ്. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് ഇൻ ദ ഇന്റർവൽ. നൗ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ആ കിട്ടുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ അത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നൗ സെക്കൻഡ്, ടേക്ക് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഇന്റർവൽ. കാരണം ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണെങ്കിൽ കഴിഞ്ഞ ഫിഗറിൽ കണ്ട പോലെ എയിൽ ചിലപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരാം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം, ആ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സും കൂടെ എടുക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സും എൻഡ് പോയിന്റ്സും ഇത്രയും പോയിന്റ്സ് നമ്മുടെ അടുത്തുണ്ട്. ഇനി ചെയ്യേണ്ടത് അറ്റ് ഓൾ ദീസ് പോയിന്റ്സ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എഫ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലും എഫ് എന്ന ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ എഫ് ഓഫ് എ ഒരു എൻഡ് പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് എ, സി ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് സി, അതുപോലെ എല്ലാ പോയിന്റ്സിലും വാല്യൂസ്, ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഔട്ട് ഓഫ് ദിസ് വാല്യൂസ്. ഈ കണ്ടുപിടിച്ച വാല്യൂസിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഐഡന്റിഫൈ ചെയ്യാം. ഏത് വാല്യൂസ്? വാല്യൂസ് കാൽക്കുലേറ്റഡ് ഇൻ 3. ഈ മൂന്നാമത്തേൽ പറഞ്ഞ ഈ പോയിന്റ്സുകളിലെ ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിൽ മാക്സിമം മിനിമം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദിസ് മാക്സിമം വാല്യൂ വിൽ ബി ദ ആബ്സല്യൂട്ട് മാക്സിമം ഓർ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ആൻഡ് ദ മിനിമം വാല്യൂ വിൽ ബി ദ ആബ്സല്യൂട്ട് മിനിമം ഓർ ലീസ്റ്റ് വാല്യൂ ഓഫ് എഫ്. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുതാണ് ആബ്സല്യൂട്ട് മിനിമം, ഏറ്റവും വലുതാണ് ആബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അതിനെന്ത് വേണം? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ആ എക്സുകളെ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ എൻ പോയിന്റ്സും കൂടെ എടുക്കുക. ഈ കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ വാല്യൂസിൽ ഏറ്റവും വലുത് ആബ്സല്യൂട്ട് മിനിമം, ഏറ്റവും വലുത് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ഏറ്റവും ചെറുത് ആബ്സല്യൂട്ട് മിനിമം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയർ. ഇനി നമുക്ക് ചില പ്രോബ്ലംസ് കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് a function f given by f of x equal to 2x cube minus 15x square plus 36x plus 1 on closed interval 1-5. അപ്പോൾ നമുക്കിവിടെ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ആണ് കണ്ടത്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ? വി ഹാവ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അതിനെന്ത് വേണം? എഫ് ഡാഷ് എക്സ് വേണം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ്. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്?
6x square, that is 2 into 3x, that is 6x square. 2 into 3x square, അതാണ് 6x square, minus 15 into 2x, that is 30x, plus 36. ഇനി ഇതിൽ 6 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 6 പുറത്തെടുത്തു. ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അതിനെ ഫാക്ടറൈസ് ചെയ്താൽ 6 into x minus 3 into x minus 2, that is our f dash x. Now to find the critical points, നമ്മൾ എന്ത് ചെയ്യണം? f dash x equal to 0 കൊടുക്കുക. f dash x equal to 0 എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ equal to 0 എന്ന് അർത്ഥം. So x minus 3 equal to 0 or x minus 2 equal to 0. അതിൽ നിന്നും x equal to 3 and x equal to 2. xന്റെ രണ്ട് വാല്യൂസ് കിട്ടി. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിലും കൂടാതെ നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ എൻ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഒരറ്റം തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ 1 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. ഇതിനെ നമ്മൾ ഓർഡറിൽ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് 1 ആണ്. സോ ഫസ്റ്റ് ഞാൻ എഫ് ഓഫ് 1 എഴുതുന്നു. 1 ഈസ് എൻ എൻ പോയിന്റ്. വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ 2 minus 15 plus 36 plus 1 and the value is equal to 24. ഇനി 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ രണ്ടെണ്ണം, അതായത് 2 ആണ് അല്ലേ? ഈ രണ്ടെണ്ണത്തിൽ പിന്നെ വരുന്നത് 2. അപ്പോൾ ഒരു ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ എഫ് ഓഫ് 2. സോ വാട്ട് ഈസ് എഫ് ഓഫ് 2? 2 into 2 cube മൈനസ്, ഇവിടെ ഒരു മൈനസ് അധികം ഉണ്ട്, ശ്രദ്ധിക്കേണ്ട. 2 into 2 cube മൈനസ് 15 into 2 സ്ക്വയർ പ്ലസ് 36 into 2 പ്ലസ് 1. എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു. സോ 2 into 2 cube ഈസ് 8 into 2, that is 16, minus 15 into 4, that is 60, plus 36 into 2, that is 72, plus 1. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ we will get 29. Now similarly f of 3, 2 into 3 cube minus 15 into 3 square plus 36 into 3 plus 1. 2 cube 27, 27 into 2 54, minus 15 into 9 is 135, plus 36 into 3 is 108 plus 1 and the value is equal to 28. അപ്പോൾ എൻ പോയിന്റ് 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, ഇനി അടുത്ത എൻ പോയിന്റ് 5. സോ എഫ് ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യുക ഇതേപോലെ. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 5 ആസ് 56. ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 4 വാല്യൂസ് ഉണ്ട്, 24, 29, 28, 56. ഈ 4 എണ്ണത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആണ് ആബ്സല്യൂട്ട് മാക്സിമം. So which is the highest? 56. So 56 is the absolute maximum value. And which is the lowest of these 4? That is 24. So it is the absolute minimum value. Therefore the absolute maximum value equal to 56. എവിടെ? At x equal to 5. And absolute minimum value is equal to ഈ 4 ഏറ്റവും ചെറുത് 24 at x equal to 1. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. Now next problem, find the absolute maximum and minimum values of a function f given by f of x equal to 12x raised to 4 by 3 minus 16x raised to 1 by 3 on closed interval minus 1, 1. So നേരത്തെ ചെയ്ത അതേപോലെ നമ്മൾ ആദ്യം f dash x കാണാം. 12 into ഇത് x raised to n എന്നുള്ള ഫോമിലാണ്. സോ n x raised to n minus 1 എന്നുള്ള പാറ്റേണിൽ എഴുതുമ്പോൾ 4 by 3 into x raised to 4 by 3 minus 1 minus 6 into x raised to 1 by 3 യുടെ ഡെറിവേറ്റീവ് 1 by 3 x raised to 1 by 3 minus 1. അതിനെ എല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ 16x raised to 1 by 3 minus 2x raised to minus 2 by 3 എന്ന് കിട്ടും. ആ നെഗറ്റീവ് പവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിനെ എക്സും അതിൻ്റെ പവറും കൂടെ താഴോട്ടാക്കിയാൽ മതി. സോ ദിസ് ടേം ക്യാൻ ബി റിട്ടൺ ആസ് 2 by x raised to 2 by 3. പവറിലെ നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട്. സോ എന്ത് കിട്ടി? 16x raised to 1 by 3 minus 2 by x raised to 2 by 3 9. ഇനി അപ്പോൾ ഈ ടേമിന് മാത്രം x raised to 2 by 3 ഡിനോമിനേറ്ററിലുണ്ട്, അത് കോമൺ ആക്കുക. അപ്പോൾ എന്ത് വേണം? 16x raised to 1 by 3 into x raised to 2 by 3 minus 2 the whole divided by x raised to 2 by 3. അതാണ് 16x minus 2 divided by x raised to 2 by 3. ഈ രണ്ട് ടേം കൂടെ ചേർത്തതാണ്. ഇവിടെ എങ്ങനെയാണ് 16x വന്നത്? x raised to 1 by 3 into x raised to 2 by 3, that is x raised to 3 by 3. x raised to 3 by 3 എന്ന് പറഞ്ഞാൽ x raised to 1, that is x. So ഇതാണ് f dash xന്റെ എക്സ്പ്രഷൻ. Now next f dash x equal to 0.
കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ്പ്രഷൻ ഈക്വൽ ടു 0 എന്നാണ്. ഈ എക്സ്പ്രഷൻ എപ്പോഴാണ് 0 ആവുക? അതിൻ്റെ ന്യൂമറേറ്റർ 0 ആവുമ്പോഴാണ്. സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ the numerator, that is 16x minus 2 equal to 0. So what is the value of x? X equal to 1 by 8. ഇതാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എഫ് ഡാഷ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഒന്നുകിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവിടെ എഫ് ഡാഷ് ഈക്വൽ ടു 0 ആയിരിക്കും. അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവില്ല. ദാറ്റ് ഈസ് ഷാർപ്പ് എഡ്ജൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ എക്സിന് 0 വന്നാൽ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പോയിന്റ്സ് എടുക്കുമ്പോൾ ഡിഫറൻഷ്യബിൾ അല്ലാത്ത 0 എന്നുള്ള പോയിന്റ് കൂടെ എടുക്കണം. സിൻസ് എഫ് ഡാഷ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0, അതായത് 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ x equal to 0 and x equal to 1 by 8. ഇത് ആൻഡ് ആണ്, സോറി. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 1 by 8 മാത്രമല്ല ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ്, ഏതും കൂടി ഉണ്ട്, 0 കൂടി ഉണ്ട്. എന്തുകൊണ്ട് 0 കൂടെ ക്രിട്ടിക്കൽ പോയിന്റ് ആയി? സിൻസ് എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0, അതായത് എഫ് ഡാഷ് എക്സ് 0യിൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് 0 കൂടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്, 0 ഉണ്ട്, 1 by 8 ഉണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂസ് കാണണം. എവിടെയൊക്കെ? എൻ പോയിന്റ്സിൽ, 0യിൽ, 1 by 8ൽ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എഫ് ഓഫ് -1, 12 ഇൻറ്റു -1 റേസ് ടു 4 by 3 -6 ഇൻറ്റു -1 റേസ് ടു 1 by 3. -1 റേസ് ടു ആയതുകൊണ്ട് എന്താ കിട്ടുക? 12 പ്ലസ് 6 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഓക്കെ. ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ -6 ഇൻറ്റു -1 ദാറ്റ് ഈസ് +6 ആവും. ഇത് പോസിറ്റീവ് ആണ്. -1 ഹോൾ റേസ് ടു 4 വരും. സോ ദിസ് ടേം ഈസ് പോസിറ്റീവ്. അപ്പോൾ 12 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അടുത്തത് എഫ് ഓഫ് 0. പിന്നെ വരുന്നത് -1 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന വാല്യൂ 0 ആണ്. എഫ് ഓഫ് 0 തന്നെയാണ്, കാരണം രണ്ട് ടേമിലും എക്സ് ഉണ്ട്. അടുത്തത് എഫ് ഓഫ് 1 by 8, 12 ഇൻറ്റു 1 by 8 ഹോൾ റേസ് ടു 4 by 3 -6 ഇൻറ്റു 1 by 8 ഹോൾ റേസ് ടു 1 by 3. ഇനി എങ്ങനെയാണ് 1 by 8 ഹോൾ റേസ് ടു 4 by 3 കാണുക? ആദ്യം 1 by 8ൻ്റെ റേസ് ടു 1 by 3 എടുക്കുക. ദാറ്റ് ഈസ് 1 by 2. 1 by 2 റേസ് ടു 4 എടുക്കുക. അങ്ങനെയാണ് 1 by 8 ഹോൾ റേസ് ടു 4 by 3യുടെ വാല്യൂ എടുക്കേണ്ടത്. അതുപോലെ 1 by 8 ഹോൾ റേസ് ടു 1 by 3 ദാറ്റ് ഈസ് 1 by 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് -9 by 4. Then f of 1. f of 1 is 12 minus 6 that is equal to 6. അപ്പോൾ നമുക്ക് n പോയിന്റ്സിലെ -1 ഉം 1 ഉം n പോയിന്റ്സിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എടുത്തു, ക്രിട്ടിക്കൽ പോയിന്റ്സിലെ ഫംഗ്ഷൻ്റെ വാല്യൂസ് എടുത്തു. Now which is the lowest? The lowest is -9 by 4. So this is the absolute minimum അല്ലെങ്കിൽ global minimum. And which is the absolute maximum? ഇതിൽ highest വരുന്നത് 18 ആണ് അല്ലേ? So this value is the absolute maximum. Therefore, the absolute maximum value of f is 18 at x equal to -1 and absolute minimum value of f is -9 by 4 at x equal to 1 by 8. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ വരുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിന് 1 by 8 കിട്ടുന്നുള്ളൂ. പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ആരും കൂടെ ഉണ്ട്? 0 കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ 0നെ ഉൾപ്പെടുത്തിയത്? ഫംഗ്ഷൻ 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. അതായത് എഫ് ഡാഷ് എക്സ് എക്സിന് 0 വന്നാൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് 0 കൂടെ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് എടുക്കണം. ഈ ഒരു പോയിന്റ് ആണ് ഈ ചോദ്യത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ.